ഹരി ഞാൻ ചോദിച്ചത് ക്ലാസ്സിലെ ഹരി എന്ന് പറയുന്ന കുട്ടി വന്നിട്ടുണ്ടോ? അന്നാ അത് പറഞ്ഞാ മതി. വന്നില്ല. യമുന എവിടെ? ഉത്തർപ്രദേശിൽ കൂടെ ഒഴുകുന്നു. ഈ ക്ലാസ്സിലെ യമുന എന്ന് പറയുന്ന കുട്ടിയോ? യമുനയോ? ആ, നിന്റെ ശല്യം കാരണം മാറ്റി എഴുതിയില്ലടാ കൊച്ചിനെ. ചകട വലിയ അങ്ങ് പൊട്ടിക്കുക. അവള് പഠിക്കട്ടെ. ഇരിക്കരുത്. ആഹാ, അഹങ്കാരോ? ക്ലാസ്സിൽ കിടന്നോട്ട് വാ വെക്കുന്നു. പറഞ്ഞു കേട്ടോ. പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷ. ഈ ക്ലാസ്സിലെ പ്രതീക്ഷ എന്ന് പറയുന്ന കുട്ടിയുണ്ടോ? ടൂറിന് പോയിരിക്കാം. അതറിയാം. പെൺകുട്ടികളുടെ പേര് പറയുമ്പോ അറിയാല്ലേ? ആ, ഗോപി. ഇന്നത്തെ കാര്യമാണ് ചോദിച്ചേ. ഞാൻ ഈ ക്ലാസ്സിലെ ഗോപിക്കുട്ടനുണ്ടോ? ഗോപിക്കുട്ടനോ? അവരുടെ വീടിന്റെ പാല് കാച്ചല്ലയോ? പാല് കാച്ചായിരുന്നു താമസം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാളെ വൈകിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. അനന്തോ? പ്രസിഡന്റ് ഇനി അത് ശരിയാക്കാൻ ക്ലാസ്സിൽ കയറി പോയേക്കരുത്. നാളെ ഇത് ഉറപ്പായിരിക്കും. അഖിൽ നീ ആകില്ലേ? അവനെ നോക്കിയിരുന്നു. അവനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അവൻ തെറ്റ് പറഞ്ഞപ്പോ ഞാൻ പറയുന്ന തെറ്റ് തിരുത്താനാ ഞാൻ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ആ തിരുത്താൻ എന്നാ അവിടെ ഇരിക്കാം. അപ്പൊ നമുക്ക് ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങാം. എല്ലാവരും പഠിച്ചല്ലോ. ചോദ്യമാണോ ആദ്യം? അല്ല, പിന്നെ എന്തു നിനക്ക് ഒന്നുമില്ല. ഇറക്കി വിടണോ ക്ലാസ്സിൽ? ഇവിടെ ശ്രദ്ധിച്ചു. കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് എന്തുകൊണ്ട്? താഴെ വീണ് പൊട്ടാതിരിക്കാൻ. താഴെ വീണ് പൊട്ടാതിരിക്കാണ് കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത്. എന്താണ് കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത്? മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോ ചോര കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ വെള്ളം കുടിച്ചെങ്കിലും ജീവിക്കട്ടെ എന്ന് ആ അമ്മയുടെ മാതൃസ്നേഹം കൊണ്ട്. അമ്മയുടെ മാതൃസ്നേഹം ഏത് കൊതുവിനാ ഇത്ര മാതൃസ്നേഹം ഉള്ളത് അമ്മയ്ക്ക്? മാതൃസ്നേഹം ഇല്ലാത്തത്? ആഹാ, ഇവിടെ കൊതുക് വെള്ളത്തിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ പല അസുഖങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൊതുകിനെ പറഞ്ഞ് മനസ്സിലാക്കി മുട്ട ഇടുന്നത് വിലക്കണം.